നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു ഷാപ്പിലെ ചൂരക്കറി. ഓക്കെ, ആവശ്യമായിട്ട് നമുക്ക് വേണ്ട വളരെ കുറച്ച് സാധനങ്ങൾ മതി അതിനകത്ത്. ഞാനിതിനകത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഷാപ്പിലെ ചൂരക്കറി ഒക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പൈസി, നല്ല എരിവ് കൂടുതലായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ അതുപോലെ ഉണ്ടാക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. നല്ല ടേസ്റ്റാണ്. അത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അതാണ് മീൻകറിയുടെ ആ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്നും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ രുചി. പിന്നെ നല്ല മീനായിരിക്കണം കേട്ടോ, നല്ല മീനായിരിക്കണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഞാൻ കുറച്ച്, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കാം. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. നമ്മൾ ഈ മീനിൽ, നമ്മൾ ഈ ചൂരക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെയാണ്. ചൂരയും സുർമയും, സുർമ എന്ന് പറഞ്ഞ നെയ്മീന് ചൂര എന്ന് പറയും. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പല പേരുകളും കേരളത്തിലൊക്കെ ചെയ്യുന്നത്. പൊതുവെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂര എന്നാണ് എനിക്കറിയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫിഷാണ്. പൊതുവെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിന് മുള്ളില്ലല്ലോ. മുള്ളുള്ളത് വളരെ അകത്ത് ചെറിയ മുള്ളായതുകൊണ്ട് ഒരു ഈസി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഇതാണ്. ഇപ്പം നമ്മൾ ഈ മത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ, മത്തി അയിലേക്ക് എന്ന് പറഞ്ഞാൽ രുചിയുടെ രാജാക്കന്മാരാണെങ്കിലും പക്ഷേ അതിനകത്തുള്ള ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ മുള്ളിൻ്റെ പ്രശ്നമാണ്. ഈവൻ മത്തിയിൽ വളരെ കുറച്ച് സാധനം, കുറച്ച് പച്ചമുളക് വേണം കേട്ടോ. ഞാൻ ഒത്തിരി, നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മളുടെ ചൂരക്കറി. ഞാൻ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, എന്ത് വട്ട നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ വളരെ കുറച്ചാണ് ഉള്ളി എടുക്കുന്നത്. ഉള്ളി അധികം ഇടേണ്ട കാര്യമില്ല, ഞാനിടാറില്ല. അത് വളരെ കുറച്ചൊരു ഉള്ളി, ഒരു ചെറിയൊരു സവോളയുടെ പകുതിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കുന്നവർക്ക് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനമാണ് നമുക്കിതിനകത്ത് വേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ മല്ലി, ഉലുവാപ്പൊടി, കൊടംപുളി, പിന്നെ കായം, കടുക്, പിന്നെ കരിവേപ്പില. അപ്പോൾ കറി ലീഫ് മാത്രം. എണ്ണയായിട്ടുള്ള നല്ല ചൂടായ എണ്ണ, കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട് നല്ലതായിട്ട്. കടുക് വേണ്ടവർക്കിടാം, ഞാൻ പക്ഷേ കടുകിടാറുണ്ട് കേട്ടോ. കടുകിട്ടു. ആ കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസുകൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് കരിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇഞ്ചിയൊക്കെ ഇട്ടു, എല്ലാം ഇട്ടു. ഇപ്പം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. പിന്നെ പല ആൾക്കാരിപ്പം ഇതിനകത്ത് ചുമന്ന മുളകൊക്കെ ഇടും. അപ്പം നമുക്ക് ഈ എരിവ്, ഇപ്പം തന്നെ നമ്മൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും സ്പൈസി ആക്കാൻ പറ്റും ഈ മീൻ. സോ അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മീൻ എത്ര എരിവ് കൂടിയാലും അത് നമുക്കറിയാൻ പറ്റില്ല. പുളി അങ്ങ് പിടിച്ച്, പുളി ഉപ്പുമൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ആ സ്പൈസി നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ ഭയങ്കരമാണ്. ഷാപ്പിലെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ വെള്ളം. വെറുതെ പറയുന്നതല്ല, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു മലയാളിക്ക് നോക്ക്, ഞാൻ ഈ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഈ വലിയതായിട്ടാണ് ഇട്ടിരിക്കുന്നത്, ചെറിയൊരു കഷ്ണമായിട്ടില്ല, നമുക്ക് വലിയ കഷ്ണമായിട്ടുണ്ട്.
ഈവൻ സി അത് നമ്മൾ അതുകൊണ്ട് അതിനകത്ത് പുളി ഉപ്പൊക്കെ പെട്ടെന്ന് പിടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചൂര എന്നൊക്കെ പറഞ്ഞ് നമ്മളത് റിമൂവ് ഇത് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ കരിയാപ്പില ഇടാം. ഞാൻ കരിയാപ്പിലയുടെ ഒരു ബിഗ് ഫാനാണ് കറി ലീഫിൻ്റെ. സോ അതുകൊണ്ട് ഞാൻ കരിയാപ്പില ഇടും. പക്ഷെ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയാണ്. ഇനി നമുക്ക് മുളക്, റെഡ് ചില്ലി നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മളുടെ ഇപ്പം നമ്മളിട്ടിരിക്കുന്ന കായം, ഉലുവപ്പൊടി. ഉലുവ വളരെ പ്രധാനമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം സുഹൃത്തുക്കളെ നല്ല മണം വരുന്നത് ഭയങ്കരമായിട്ട്. കുറച്ചും കൂടെ നമുക്ക് കറി ലീഫ്, കുറച്ചും കൂടെ കറിയാപ്പില നോക്കൂ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കൂ അതിൻ്റെ കളർ നോക്ക്. ആഹാ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊടംപുളി, കുറച്ച് ഉപ്പ് സുഹൃത്തുക്കളെ, കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ കൊടംപുളി വെള്ളം ഇട്ടിരിക്കുന്ന ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് നമുക്ക് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കി ഇപ്പോൾ തന്നെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. ഓക്കെ, നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മുടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതായിട്ട് നമുക്ക് ഫിഷ് ശരിക്കും നമുക്ക് ആഡ് ചെയ്യാം. ഈ ചൂര മീനിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഹാർഡായിക്കോളും പീസൊക്കെ വെന്ത് കഴിയുമ്പോൾ. നേരെ മറിച്ച് നമ്മളിത് പച്ചക്കിരിക്കുമ്പോഴാണ് ഒരു ഹാർഡ്നെസ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ബട്ട് അത് നമ്മൾ കറിയായി വരുമ്പോഴത്തേന് അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകും. ഓക്കെ, നോക്കൂ നല്ലതായിട്ട് നമുക്ക് വെള്ളമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്തു. അതിൻ്റെ കളറൊക്കെ നോക്കി. ആഹാ, സ്പൈസി, നല്ല എരിവുള്ളത്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. നല്ല കുറച്ചും കൂടെ കറി ലീഫ്, നമുക്ക് കുറച്ചും കൂടെ കരിയാപ്പില ഇട്ട് തരാം. ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു ബിഗ് ഫാനാണ് കറി ലീഫിൻ്റെ. സോ അതുകൊണ്ടാണ്. നോക്കൂ, ഓ മൈ ഗാഡ്, നല്ല മണം വരുന്നു. നല്ലതായിട്ട് മണം വന്നിരിക്കുന്നു. അയ്യോ, ഭയങ്കര ടേസ്റ്റ്. വളരെയായിട്ട് നമുക്ക് മണം വരുന്ന നല്ലതായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ മറന്നുപോയി, മറക്കരുത്. താങ്ക് യു.